ഹലോ എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടിഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങനെ പതിവ് പോലെ തന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് പോവുകയാണ്. പിന്നെ ഞാൻ വെള്ളം കുടിക്കുകയാണ് രാവിലെ തന്നെയുള്ള. അപ്പോൾ നമ്മുടെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് നല്ലൊരു പരിഹാരമാണ് കേട്ടോ. നമ്മളെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ സ്കിന്നാകാനും താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കഴിയുന്നതും നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോഴൊക്കെ നല്ല ചൂടുമാണല്ലോ. അപ്പോൾ ചൂടിന് നമ്മൾ വെള്ളം കൂടിയൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ പല അസുഖങ്ങളും നമുക്ക് വന്നുകൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനുകൊണ്ട് നമുക്ക് വെള്ളമൊക്കെ കറക്റ്റ് ടൈമിന് തന്നെ കുടിക്കുക. ഓരോ മണിക്കൂറിൽ ഓരോ ഗ്ലാസ് വെച്ച് കുടിച്ചാൽ മതിയാവും. അപ്പം തന്നെ നമ്മൾ രാത്രി ആകുമ്പോഴേക്കും നമ്മൾ ആ ഒരു ടാർഗറ്റ് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ ചിരവുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് നനച്ച് മാറ്റി വെക്കാം. എന്നാൽ പിന്നെ ഈ തേങ്ങ ചിരവി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് ഉണ്ടാക്കാം. അപ്പോഴേക്കും നമ്മളെ പൊടിയൊക്കെ സെറ്റായി വന്നിട്ടുണ്ടാവും. അപ്പം നമ്മൾ പുട്ടിന് പൊടിയൊക്കെ നിറച്ച് പിന്നെ ആവിക്ക് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഗ്ലാസ്സിലാണ് കേട്ടോ പുട്ടുണ്ടാക്കാറ്. എളുപ്പമാണ് ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. കുട്ടികൾ ക്ലാസ്സൊന്നും ഇല്ലാത്ത ടൈമിലാണ് ഞാൻ പുട്ടൊക്കെ ഉണ്ടാക്കുക. കാരണം നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണല്ലോ ഈ പുട്ട്. അപ്പോൾ അതന്നെ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ചൂസ് ചെയ്യുക. പിന്നെ പെട്ടെന്ന് തന്നെ ആയി കിട്ടുകയും ചെയ്യും, നമുക്കും ഈസി. പിന്നെ കുട്ടിക്ക് ഇത് സ്കൂളിലേക്കൊന്നും അങ്ങനെ കൊണ്ടുപോകാൻ ഞാൻ കൊടുക്കലുമില്ല. അതുകൊണ്ട് തന്നെ സ്കൂളിലെ ടൈമിൽ ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ച് അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ നമ്മളെ പുട്ടൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ ചുടുന്ന പുട്ട് എങ്ങനെയാണ് അതിൽ നിന്ന് റിമൂവ് ചെയ്യുക എന്നുള്ളത് ഒരു സംശയമായിരിക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു പ്ലക്കർ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ നമ്മൾ കാസറോളിലേക്ക് എടുത്ത് വെക്കുക. പൊടിഞ്ഞ് പോവുകയൊന്നും ചെയ്യൂല കേട്ടോ. എന്നാൽ നല്ല സോഫ്റ്റ് പുട്ടുമായിരിക്കും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മോന് സൈക്കിള് വഴി തന്നെ കൊണ്ടിട്ടിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റേതായിട്ടുള്ള സ്ഥലത്തേക്ക് എടുത്തു വെച്ചതിന് ശേഷം ഒന്ന് മുറ്റടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഇപ്പോഴും മൂണൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. രാവിലെ മുറ്റത്തിറങ്ങുക, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുക, അതൊരു സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും കേട്ടോ. നമുക്കൊരു പോസിറ്റീവ് എനർജി തന്നെ ആയിരിക്കും. നമ്മൾ കഴിയുന്നതും രാവിലെ ഒന്ന് മുറ്റത്തൊക്കെ ഇറങ്ങി നമ്മളെ പരിസരങ്ങളൊക്കെ ഒന്ന് വീക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒരു നല്ലൊരു പോസിറ്റീവ് മൈൻഡ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഞാൻ തലേ ദിവസം വെട്ടിയിട്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കാനുണ്ടായിരുന്നു. പിന്നെ കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ഇന്ന് ഞാൻ മന്തിയാണ് കേട്ടോ ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ മന്തിക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തതാണ്. അരിയൊക്കെ റെഡിയാക്കി വെക്കുകയാണ്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് സെല്ലാണ് എടുക്കാറ്. നല്ല ചോറായിട്ട് തന്നെ കിട്ടും കേട്ടോ. കറക്റ്റ് വേവിനെടുത്ത് കഴിഞ്ഞാൽ നല്ല മന്തി തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല, കാരണം ഒരുപാട് പ്രാവശ്യം ഞാൻ മന്തി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട്. പിന്നെ റെസിപ്പി ആയിട്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും എടുത്തിട്ട് കാണുക. നല്ല അടിപൊളി മന്തി തന്നെയാണ്. ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി മന്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ആക്കി നോക്കണം കേട്ടോ. അപ്പോൾ മന്തിയൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നീനുവിൻ്റെ ഫ്രണ്ട്സ് 2 വന്നിട്ടുണ്ട്. അപ്പോൾ അവരുണ്ട് ഫുഡിന്. അപ്പം ഇന്ന് വേഗം തന്നെ എല്ലാ പണികളും തീർത്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് കിച്ചണിൽ നിന്ന് ഒഴിവായി കിട്ടുമല്ലോ. പിന്നെ മന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും കുക്കറിലേക്ക് ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ക്ലീനിങ്ങാണ് ബാക്കിയുള്ളത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി റെഡി ആയപ്പോഴേക്കും നമ്മളെ മന്തി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിച്ചണിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റിയാൽ അതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്കൊന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാനുള്ള ടൈം എന്തായാലും കിട്ടും. അപ്പോൾ കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം വൈകുന്നേരമാണിത്. അപ്പോൾ എൻ്റെ അമ്മായിമാരും പിന്നെ കസിനും ഒക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കസിൻ്റെ
എൻഗേജ്മെൻറ്റും നിക്കാഹും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റിന് മിഠായിയൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അതിന് ഹാമ്പറൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ നെറ്റ് സാധനങ്ങൾ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എസ് ഭാരതിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ കുറച്ച് നെറ്റും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതാ ഊട്ടി സ്റ്റോറാണ് കേട്ടോ ഇത്. കൽപ്പറ്റയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതാ ഫത്ത് ഓരോ സാധനങ്ങളും ഇങ്ങനെ കറക്കിയൊക്കെ നോക്കുന്നുണ്ട്, അത് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ അജ്ഫാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ സ്വീറ്റിൻ്റെ ഷോപ്പിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, പിന്നെ ഈത്തപ്പഴം, പിന്നെ പലതരം മിഠായികൾ എല്ലാം ഇവിടെ കിട്ടും. അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഹാമ്പറൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും വേണമെങ്കിൽ അങ്ങനെയും തരും. അപ്പോൾ നമ്മൾ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറച്ച് മിഠായികളും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സും പിന്നെ സ്റ്റോൺ ചോക്ലേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ കൊണ്ട് തന്നെ സെറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അവർ അതൊക്കെ ചെയ്യണം. നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ അവർ ചെയ്യുന്നത്. നല്ല വൃത്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾക്ക് കുറച്ച് സെപ്പറേറ്റ് മിഠായിയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുകയാണ്. അങ്ങനെ ഇതാ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം നമ്മൾ അവിടുന്ന് തിരിച്ചു പോരുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു രീതിയിൽ നമുക്ക് കിട്ടുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, അപ്പോൾ ഒരു ഭയങ്കര ഒരു സന്തോഷം വരും. പിന്നെ നമ്മളെ വീട്ടിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ എല്ലാവർക്കും ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബ്രെഡ് വാട്ടുക, പിന്നെ കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ ഉണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവരുടെ കൂടെ ഞാൻ പോയതുകൊണ്ടാണ്. പിന്നെ ഫുഡ് കഴിക്കാനോ അങ്ങനെ ഒന്നും അവർ നിന്നിട്ടില്ല കേട്ടോ. കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം അവരിതാ പോവുകയാണ്. പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വർക്ക് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഓരോ ഹാമ്പറുകളും ഇങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ അതിൻ്റെ പെർഫെക്ഷനിൽ കിട്ടുകയും വേണമല്ലോ. അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ഇങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് നീനു. അപ്പോഴേക്കും ഞാൻ അവർ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ചായ കുടിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, പിന്നെ നൈറ്റിലേക്കുള്ള ഫുഡ് ആക്കിയിട്ടില്ലായിരുന്നു, അതാക്കാനും ഉണ്ട്. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചതിന് ശേഷമാണ് ഫുഡ് ഉണ്ടാക്കാൻ നിന്നിട്ടുള്ളത്. കിച്ചൺ ക്ലീൻ ആക്കാനുണ്ടെങ്കിൽ അത് ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ അടുത്ത പരിപാടികൾ തുടങ്ങുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടി ഇതും അതും എല്ലാം കൂടി ആകെ ഭയങ്കരമായിട്ട് എന്തോ ഒരു വൃത്തിയില്ലായ്മ തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അടുത്ത ജോലികൾ തുടങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതാ ഇന്ന് നൂഡിൽസാണ് കേട്ടോ അവർക്ക് വേണ്ടത്. അപ്പം വെജിറ്റബിൾസൊക്കെ കുറച്ച് അവർ കഴിക്കുകയും ചെയ്യുമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വെജിറ്റബിൾസൊക്കെ കുറച്ച് കൂടുതൽ തന്നെ ഇടുന്നുണ്ട്. നൂഡിൽസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 2 ഉണ്ടാവുമല്ലോ, 2 പീസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അതിലുള്ള ആ ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് കുറച്ച് ചിക്കനും ഇടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചിക്കനൊക്കെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച് അത് ഒന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതും ഞാൻ റെസിപ്പി ആയിട്ടൊന്നും ചെയ്യുന്നില്ല, കാരണം ഞാനിതിൻ്റെ മുമ്പ് 1-2 പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഇനിയിപ്പോൾ റെസിപ്പി അതിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും റെസിപ്പി ആയിട്ട് തന്നെ ഇത് ഇടാവുന്നതാണ്. പിന്നെ നമ്മളെ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് സോയാ സോസും നമ്മളെ ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ ഒന്നാക്കി കൊടുത്തതിന് ശേഷം നമ്മളെ നൂഡിൽസൊക്കെ അതിലേക്ക് ഇട്ടൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചൂടോടെ തന്നെ കഴിക്കണമല്ലോ. അപ്പോൾ ഞാൻ കുട്ടികളൊക്കെ വിളിച്ചിട്ടുണ്ട്, അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കുകയാണ്. അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഹാമ്പർ പരിപാടിയിലേക്ക് തന്നെ പോവാനുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരോ സാധനങ്ങളും ഇങ്ങനെ ആക്കിയെടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള സെറ്റിങ്സ് തന്നെ ആക്കണമല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തെർമോക്കോൾ അകത്തുനിന്ന് മുറിച്ച് ആകെ ഒരു ബുദ്ധിമുട്ടായിട്ടോ അത്. അപ്പോൾ ക്ലീനിങ് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ തെർമോക്കോൾ മുറിക്കുന്ന കാര്യം നമ്മൾ പുറത്തുനിന്ന് എവിടെയെങ്കിലും ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ എല്ലാ സാധനങ്ങളും അപ്പം തന്നെ കൊണ്ടുപോയിട്ട് വേസ്റ്റൊക്കെ കത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. കാരണം ഈ തെർമോക്കോൾ ആകെ പറന്ന് നാശാവുമല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു രാത്രിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്.
നമ്മളെ വീട്ടിൽ എവിടെയാണോ വൃത്തികേടായിരിക്കുന്നത് അത് എപ്പോഴായാലും ആ ഒരു സ്ഥലം അന്നേരം വൃത്തിയാക്കിയിടാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റുകൾ എന്ത് തന്നെയായാലും ഒരു സ്മൈലി ആയിട്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.